പ്രിയപ്പെട്ട എഴുത്തുകാരി സതി സുധാകരൻ മേഡത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസ ലേഖനമാണ്. മേഡത്തിൻ്റെ ലേഖനത്തിലേക്കൊന്ന് കിടക്കാം. ഇന്ന് ഇന്ത്യയുടെ 78ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുചേരാം. തെലങ്കാനയിലെ ജമ്മിക്കുണ്ട എന്ന ചെറുപട്ടണം, ഹൈദരാബാദിൽ നിന്നും 145 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. വളരെ വിശേഷപ്പെട്ട പട്ടണം. എല്ലാ ദിവസവും 16 ഉച്ചഭാഷിണികളിൽ ഉപയോഗിച്ച് ദേശീയഗാനം ആലപിക്കപ്പെടുന്നു. ആ സമയം ഗ്രാമത്തിലെ എല്ലാ ആളുകളും അറ്റൻഷനായി നിൽക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലും 2 നേരമെങ്കിലും ദേശീയഗാനം ആലപിച്ചാൽ ആളുകളുടെ തിരക്ക് പിടിച്ചുള്ള ഓട്ടമൊന്ന് നിന്നേനെ. അപ്പോഴേ ദേശസ്നേഹം എന്തെന്നറിയാൻ പറ്റൂ. അത് കർശനമായി പാലിക്കുകയും വേണം. എത്രയോ ജീവൻ പൊലിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്രമായത്. ഇത് കേട്ടപ്പോൾ എൻ്റെ സ്കൂൾ ജീവിതം ഓർത്തുപോയി. തിരക്ക് പിടിച്ചായിരിക്കും സ്കൂളിലേക്ക് ഓടുന്നത്. അപ്പോഴാണ് സ്കൂളിൽ നിന്നും ദേശീയഗാനം കേൾക്കുന്നത്. സ്കൂളിലേക്ക് എത്താനുള്ള സമയമുണ്ടാവുകയില്ല. ചിലപ്പോൾ ഞാൻ റോഡിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ സ്കൂൾ വരാന്തയിലോ ആയിരിക്കും. റോഡിലേക്ക് വരുമ്പോൾ തന്നെ കാറ്റാടി മരങ്ങൾ കൈവീശി വിളിക്കുന്നുണ്ടാകും, വേഗം വരൂ, ദേശീയഗാനം തുടങ്ങാറായി എന്ന് പറയുന്നത് പോലെ തോന്നും. അതിനോട് കുശലം പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. അപ്പോഴാണ് ചായക്കടക്കാരൻ കുഞ്ഞിരാമൻ വല്ലിച്ചൻ വിളിച്ചു പറയുന്നത്, ബെല്ലടിക്കാറായി, ഓടിച്ചെല്ല്. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടും. ദേശീയഗാനം കേട്ടാൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അനങ്ങാതെ നിന്നുകൊള്ളണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നാൽ അടിയുറപ്പാണ്. അത്ര കർശനമായിരുന്നൊക്കെ. മാഷോ കുട്ടികളോ എന്ന വ്യത്യാസമില്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇന്നും ദേശീയഗാനം കേട്ടാൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ നിന്നു പോകും. ഇന്നെവിടെയെങ്കിലും പരിപാടിയുടെ ഉദ്ഘാടനത്തിന് കൊടി ഉയർത്തുമ്പോൾ എല്ലാവരും മൗനമായി നിൽക്കുമെന്ന് മാത്രം. കാലം മാറി, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വിലയറിയാതെയായി. അതിൻ്റെ ഫലമാണ് ഇന്നീ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ. നമ്മൾ ആരെയും ഭയപ്പെടാതെ ഉണ്ടുമുറങ്ങിയും സുഖിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അതിർത്തി കാക്കുന്ന ഭടന്മാർ മഞ്ഞും മഴയും വെയിലും ഒരുപോലെ നേരിട്ട് അനുഭവിച്ച് അവരുടെ ജീവന് വില കൊടുക്കാതെ നമ്മുടെ നാടിനെ ശത്രു രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്മാർ എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാതെ വീട്ടിൽ നിന്നും വരുന്ന എഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ വേദന നമ്മൾ അറിയാതെ പോകുന്നു. KM മാത്യുവിൻ്റെ ചോരചിന്തി പറയുന്ന ബുക്ക് വായിച്ചപ്പോൾ പട്ടാളക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. യുദ്ധസമാനമായ അന്തരീക്ഷമാണെങ്കിൽ ഫോൺ വിളിക്കാൻ പോലും സാധിക്കില്ല. അവരുടെ സങ്കടങ്ങളും വികാരങ്ങളും ഉള്ളിലൊതുക്കി നമ്മുടെ നാടിന് വേണ്ടിയെല്ലാം സമർപ്പിക്കുന്നു. വീട്ടിലുള്ളവരുടെ മധുരസ്മരണകൾ അയവിറക്കി നടക്കുന്നു. അതാണ് അവരുടെ ആശ്വാസം. അതിനിടയിൽ ഭക്ഷണം കിട്ടാതെയും വെള്ളത്തിനോടുള്ള തല്ലും പിടുത്തം വേറെയും. മഞ്ഞുമലകളിലാണെങ്കിലും ചില സ്ഥലത്ത് കുടിനീർ പോലും കിട്ടാനില്ല. നിദ്രാവിഹീനങ്ങളായ രാവുകൾ, കാട്ടിൽ നിറയെ അട്ടകൾ, രാത്രിയുടെ നിഗൂഢതയിൽ എത്ര പേർ മരിച്ചു വീണിട്ടുണ്ടാവുമെന്നറിയില്ല. യുദ്ധമാണെങ്കിൽ ഇടയൻ്റെ പിറകിൽ അട്ടിടയർ പോകുന്നത് പോലെ പട്ടാളക്കാർ കേണലിൻ്റെ പുറകെ പോകും. പർവ്വതനിരകളുടെ താഴ്വാരങ്ങളിൽ പല സ്ഥലത്തായിട്ടായിരിക്കും നിലയുറപ്പിക്കുന്നത്. തമ്മിൽ കാണാനോ കേൾക്കാനോ പറ്റില്ല. 4 മണിയാകുമ്പോഴേക്കും ഇരുട്ട് തുള്ളിയുറയാൻ തുടങ്ങും. അതിശക്തമായ ശീതക്കാറ്റും. അവർക്കാവശ്യമായ സാധനങ്ങൾ കൊണ്ടായിരിക്കും പോകുന്നത്. രാത്രിയാകുമ്പോൾ ടെൻറ്റ് കെട്ടി കിടക്കണം, എങ്കിലും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം. അതിനിടയിൽ ശൈത്യം താങ്ങാനാവാതെ മരിക്കുന്നവർ വേറെയും. വീട്ടിൽ നിന്നും ഒരെഴുത്തു വരാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കും. അതാണ് ഏക ആശ്വാസം. പ്രിയപ്പെട്ട അമ്മയുടെ എഴുത്ത് പൊട്ടിച്ച് വായിക്കുന്നതിന് മുമ്പ് 30 വയസ്സായ മകൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. അവൻ്റെ എല്ലാ മോഹങ്ങളും ഒരു പിടിച്ചാരമായി തീർന്നു. പർവ്വതനിരകൾ മാത്രം കണ്ണീരൊഴുക്കി. അങ്ങനെ എത്രയോ പേർ ആ മഞ്ഞുമലയിൽ ശ്വാസം കിട്ടാതെ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ടാകും. ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കുന്നവരാണ്. നമ്മളത് ഓർക്കാതെ പോകരുത്. എത്രയോ വർഷം പൊരുതി നേടിയതാണ് ഈ സ്വാതന്ത്ര്യം. വന്ദേ മാതരം. മാഡം നമസ്കാരം. ഈ ലേഖനം ഇങ്ങനെ വായിച്ചപ്പോൾ ശരിക്കും ഹൃദയം മാർദ്രതയാൽ നിറഞ്ഞുപോയി. നിറകൈകളോടെ ഞാൻ ആദ്യം തന്നെ നമസ്കാരം അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്തെന്നും ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നിലെ കഥന ചരിത്രങ്ങൾ എന്തെന്നും ഈ ലേഖനം അടിവരയിട്ട് പറയുന്നു. നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തുക്കളായ മനുഷ്യകൾ എത്രയോ ത്യാഗപൂർണമായി നേടിത്തന്ന സ്വാതന്ത്ര്യം, അതിനെ പരിപാലിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തരി മണ്ണും
ശത്രുക്കൾ കീഴ്പ്പെടുത്താതിരിക്കുവാൻ, രാജ്യത്തെ ജനങ്ങൾ സുഖമായി ഉറങ്ങുവാൻ, അതിനുവേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാത്രികളെ പകലാക്കി ഒരുപോലെ കണ്ണടയ്ക്കാതെ കാത്തിരിക്കുന്ന പട്ടാളക്കാർ, അവരെക്കുറിച്ച് എഴുതിയ ഈ മഹിതമായ ലേഖനം എന്നെ വളരെയധികം ത്രസിപ്പിച്ചു എന്നുള്ളതാണ്. വളരെയധികം അഭിമാനം തോന്നുന്നു, വളരെയധികം ആദരവ് തോന്നുന്നു. കാരണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില ഈ പുതിയ തലമുറ അറിയണം. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നിലനിർത്തി പോകുന്നത്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 47 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളുമുണ്ട് നമ്മളോടൊപ്പം തന്നെ. അടുത്തുള്ള നമ്മുടെ അയൽവാസികൾ, അവരൊക്കെ എങ്ങനെയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് അവിടെയൊക്കെ. പക്ഷേ ഈ രാജ്യം ഇന്നും ഈ ജനാധിപത്യത്തിൻ്റെ മടിത്തൊട്ടിലായി, ജനാധിപത്യത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ടു നിൽക്കുന്നത് അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ കരുത്താണ് എന്ന് നമ്മൾ മറക്കരുത്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവരുടെ യൗവനമാണ് ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അവരുടെ എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ദേശസ്നേഹത്തിനു വേണ്ടി അവർ ബലി കൊടുക്കപ്പെട്ടു. അതാണ് ഈ നാട്ടിൽ പട്ടാളക്കാരൻ ചെയ്യുന്ന സേവനം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അപൂർവം ചിലരെങ്കിലും ഉണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും ഇത് ഈ നാടറിയണം. ഇത്തരം ലേഖനങ്ങളാണ് ഈ നാടറിയേണ്ടത്. ദേശസ്നേഹം എന്തെന്നറിയേണ്ടത്. ദേശസ്നേഹം വെറും വാക്കല്ല, പ്രവൃത്തിയിലാകണം. വാക്കിലൂടെ പറയുന്നതിൽ അർത്ഥമില്ല. ദേശീയ ഗാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അറിയണമെങ്കിൽ ഈ രാജ്യത്തെ അറിയണം, ഈ രാജ്യത്തിൻ്റെ ചരിത്രം അറിയണം. അതിന് ഇത്തരം ലേഖനങ്ങൾ ഉപകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മാഡം, നന്ദി, നമസ്കാരം.